ശാന്തി. ഇന്നലെ നമ്മൾ അമ്മയുടെ ആഹാരക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് വ്യവഹാരം അഥവാ ജീവിതശൈലി ആ സമയത്ത് എങ്ങനെയായിരിക്കണം. പൊതുവേ സ്ത്രീകൾ ക്ഷീണം അനുഭവിക്കുന്ന സന്ദർഭമാണ് ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം ആ കാലഘട്ടത്തിൽ അമ്മമാർ ക്ഷീണത്തെ അതിജീവിച്ചുകൊണ്ട് പ്രഭാതത്തിലുണരാനും പ്രഭാതത്തിൽ ഈശ്വര സ്മരണയോടുകൂടി, അതായത് രാവിലെ നേരത്തെ ഉണർന്ന്, പറയുന്നത് സൂര്യോദയത്തിന് മുന്നേ ഉണരുന്ന ആളുകളുടെ തലച്ചോറിൽ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ഊർജം പ്രകൃതിയാൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നുകൊണ്ട് നല്ല ഒരു സംസ്കാരം, ഒരു ചിട്ട തൻ്റെ കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഗർഭാവസ്ഥയിൽ അമ്മമാർ രാവിലെ ഉണർന്ന് തൻ്റെ ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഏതെങ്കിലും നല്ല ബുക്കുകളോ നല്ല കാര്യങ്ങളോ കാണാനും പഠിക്കാനും അഥവാ നല്ല സ്മൃതികളോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ കലിയുഗത്തിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് മനസ്സ് വഴുതി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്ലാൻ ചെയ്യാറില്ലേ? ആഹാരം ഇത്ര സമയത്ത് ഇന്നത് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഗുളിക കഴിക്കണം, മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് ഇന്ന കാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറയാറില്ലേ? അതേപോലെ ഇന്ന സമയത്ത് ഇന്നതേ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കൂ. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണ്, ഭജിക്കുന്നവരാണെങ്കിൽ ആ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ സ്മൃതി ഇത്ര സമയത്ത് ഞാൻ ഈ രൂപത്തിൽ പൂജിക്കും, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിക്കും, മറ്റൊരു സമയത്ത് മറ്റൊരു രീതിയിലായിരിക്കും. ഇതൊന്നും അല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്കുകളോ കാര്യങ്ങളോ വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിൽ മനനം ചെയ്യുക. കാരണം മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മനനം ചെയ്യുന്നതാണ്. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിന്ത സ്വാഭാവികമായി മനുഷ്യ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഏത് രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്നത് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ആശയവിനിമയമാണ്. അതുകൊണ്ട് അതാത് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സെൽഫ് ചെക്കിങ് ചെയ്യാനും ഞാൻ ഇപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പക്ഷേ എന്തെങ്കിലും മുൻകാലത്തിൽ എന്തെങ്കിലും സംഘർഷങ്ങളോ സംബന്ധങ്ങളിലെ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് വിഷമിച്ചൊരിക്കലും ആ കാലഘട്ടത്തിൽ കഴിക്കരുത്. ആ സമയത്ത് നല്ല ഓർമ്മകളിൽ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ചേരിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്ത് സമയം കാണാൻ വേണ്ടി പലരും കാണുന്നത് സീരിയലും സിനിമയും കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കലാണ്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണത്. കാരണം എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെയുള്ളതായിട്ടുള്ളൊരു ട്രെയിനിങ് ആയിട്ട് പലപ്പോഴും ഇത്തരം പരിപാടികൾ കാണാറുണ്ട്. ഞാൻ വിമർശിച്ച് പറയുകയല്ല, എന്നാലും നമ്മൾ കാണുന്ന കേൾക്കുന്ന ഫീൽ ചെയ്യുന്ന കാര്യം അതേ രീതിയിൽ മനസ്സിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സീരിയലിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള പാരവെപ്പും കൊള്ളിവെപ്പും കണ്ണീരും ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുകയാണെങ്കിൽ അറിയാതെ ആ കുട്ടിയുടെ ഉള്ളിലേക്കും നിങ്ങൾ ഇത്തരം സംസ്കാരത്തിന് പകർന്നു കൊടുക്കും. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യത്തെ ചിന്തിക്കാതിരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഫ്രീ ആവുന്ന സമയത്ത് അറിയാതെ ഇമോഷണലായിട്ട് ചാർജ് ചെയ്ത എല്ലാ ഫീലിങ്സും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരും. ആ ഒഴുകി വരുന്ന ചിന്തകളിൽ നിങ്ങൾ സമയം ചെലവഴിക്കാൻ വേണ്ടി അഥവാ റിലാക്സേഷന് വേണ്ടി ഇത്തരം പരിപാടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ ബിസി ആവുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത്തരം കാര്യങ്ങളിലെ ചിന്തകളിൽ കുരുങ്ങിയിരിക്കുകയായിരിക്കും. ഉപബോധ മനസ്സിലെ ചിന്തകളാണ് ശക്തിശാലി സങ്കല്പങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകുന്നത്. അതായത് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ആ സമയത്ത് അത്തരം ഫീലിങ്സിനെയാണ് ഇൻജക്റ്റ് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ആ കാലഘട്ടം ദയവ് ചെയ്ത് നല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ അമ്മ ആ ഒരു 10 മാസ കാലഘട്ടത്തേക്ക് ഇത്തരം പരിപാടികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബൈബിളോ ഗീതയോ ഖുറാനോ രാമായണോ ഭാഗവതോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ധർമ്മഗ്രന്ഥങ്ങളും പഠനങ്ങളുണ്ടോ, അതല്ലെങ്കിൽ നല്ല നല്ല പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ബുക്സ് എത്ര കിട്ടാനുണ്ട് ഈ ലോകത്ത്, അങ്ങനെയുള്ള എന്തെങ്കിലും രസകരമായിരിക്കുന്ന ആനന്ദിപ്പിക്കുന്നതോ ഭക്തി ഉളവാക്കുന്നതോ അതല്ലെങ്കിൽ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാക്കുന്നതായിരിക്കുന്ന ബുക്കുകൾ വായിക്കാൻ, അത്തരം വീഡിയോസ് കാണാൻ, മോട്ടിവേഷണലായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഈ ഊർജ്ജമൊക്കെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. ആ രീതിയിൽ ജനിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് തൻ്റെ ഉള്ളിൽ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വിധം ഊർജം കൈക്കൊള്ളണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് കാണുക, അത്തരം കാര്യങ്ങൾ കേൾക്കുക, അത്തരം ബുക്കുകൾ നിങ്ങൾ വായിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ രാവിലെയും വൈകുന്നേരം സമയം ഈശ്വര ധ്യാനത്തിന് വേണ്ടി ഭഗവാനെ ഓർമ്മിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ അറിയാതെ ആ സമയത്ത് ഏറ്റവും അധികം ഊർജം
പ്രകൃതി നമ്മളെ സഹായിക്കുന്ന സമയമാണ്. ഇതും പ്രകൃതിയാണ്, പഞ്ചതത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിനുള്ളിലിരിക്കുന്ന പ്രകൃതിക്ക് കൂടി തീർച്ചയായിട്ടും അത് സഹായമായിട്ട് മാറും. അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഈശ്വരനെ ഓർത്തുറങ്ങുകയാണെങ്കിൽ ഉപബോധ മനസ്സ് മുഴുവൻ രാത്രി സമയത്തും നല്ല സ്മൃതികളിൽ കഴിയുകയും അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അമ്മയുടെ മനസ്സിൽ നിന്ന് സുഖമുള്ള ചിന്തകളുടെ ഒരു തലോടൽ കിട്ടിക്കൊണ്ടിരിക്കുകയും സുരക്ഷിതത്വ ബോധം കുഞ്ഞിനുണ്ടാവുകയും ചെയ്യും. ഓം ശാന്തി.